ശ്രീ ബാലഗോപാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും എപ്പോഴും ആവർത്തിക്കാറുള്ള ഒന്നാണ്, കേന്ദ്രം 63% വരുമാനം എടുക്കുന്നു, അതേ സമയത്ത് 37% വരുമാനം മാത്രം കൊടുക്കുന്ന സംസ്ഥാനങ്ങളാണ് 64% ചെലവുകളും വഹിക്കേണ്ടത് എന്ന്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാലിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കണക്കിൽ രാജ്യത്തെ ആകെ അതായത് സംസ്ഥാനത്ത് വരുന്ന ആകെ വരുമാനത്തിൻ്റെ 64% കേന്ദ്രമാണ് എടുക്കുന്നത്. അതേ സമയത്ത് ചെലവിൻ്റെ 63%, വരുമാനത്തിൻ്റെ 63% കേന്ദ്രമാണ് എടുക്കുന്നത്. അതേ സമയത്ത് ചെലവിൻ്റെ 64% സംസ്ഥാനത്തിനാണ് എന്നാണ് പറയുക. അതേ സമയത്ത് സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനമോ ആകെ വരുമാനത്തിൻ്റെ 37% മാത്രം. അപ്പോൾ ഈ 37% വരുമാനം കൊണ്ട് എങ്ങനെ 64% ചെലവുകൾ നിർവഹിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ആവർത്തിച്ച് പറയാറുള്ള കാര്യം. അതിൻ്റെ തന്നെ പൊള്ളത്തരം എനിക്കൊന്ന് പറഞ്ഞേ പറ്റൂ. അതായത് എല്ലാ ഫെഡറൽ സംവിധാനങ്ങളിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വിഭവങ്ങൾ പങ്കിടുന്നതിൽ ഇതുപോലെയുള്ള വ്യത്യാസമുണ്ട്. എന്താണ് അപ്പോൾ എല്ലാ ഫെഡറൽ സംവിധാനങ്ങളിലും ഇങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. അത് നമ്മുടെ ധനമന്ത്രിയും ആൾക്കാരും അന്വേഷിക്കുന്നില്ല. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിന് മാത്രം ചുമതലപ്പെട്ടതാണ് ഡിഫൻസ്, ആഭ്യന്തര വകുപ്പ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രതിരോധ വകുപ്പ്, ആഭ്യന്തര വകുപ്പല്ല, പ്രതിരോധ വകുപ്പ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചെലവുള്ള മേഖലയാണ് പ്രതിരോധ മേഖല. ആ പ്രതിരോധ വകുപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം ഉള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ ചൈനയുടെ മാത്രം നോക്കുക. ചൈനയിലാണെങ്കിൽ നേരത്തെ ബാലഗോപാൽ പറഞ്ഞല്ലോ 64% ചെലവ് സംസ്ഥാനങ്ങൾക്കാണെന്ന്. ചൈനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 84.5% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കാണ്. അതേ സമയത്ത് 44% വരുമാനമേ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. ഇന്ത്യയേക്കാൾ എത്രയോ വലിയ ഡിഫറൻസാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വിഭവ ഷെയറിങ്ങിൽ ചൈനയിൽ നിലനിൽക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവുള്ള വ്യത്യാസമുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ ഫെഡറൽ സംവിധാനത്തിൽ 44% ചെലവുകൾ സംസ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ 40% വരുമാനം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നു. അതായത് അവിടുത്തെ ഗ്യാപ്പ് ഏറ്റവും കുറവ് അമേരിക്കയിലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്ത്യയിലേക്ക് വരിക. ഇപ്പോൾ ഇന്ത്യയിൽ പ്രതിരോധത്തിന് ഇത്രയധികം ചെലവോ? നമ്മളെപ്പോഴും ഓർക്കണം, ചൈന ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് പ്രതിരോധ മേഖലയിലാണ്. അങ്ങനെയാണ് OBOR, വൺ ബെൽറ്റ് വൺ റോഡ്, അതായത് ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയാണ് ചൈന അഫ്ഗാനിസ്ഥാൻ വഴി നമ്മുടെ കാശ്മീരിൻ്റെ ഒരു ഭാഗം വഴി പാകിസ്ഥാൻ വരെ ഒരൊറ്റ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? നമ്മുടെ ഡിഫൻസ് മുൻകരുതലെടുക്കേണ്ടതല്ലേ? ഇനി ഇപ്പോൾ ഈ അവസാനം മാലദ്വീപിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മാലദ്വീപിനെയും അവർ പാട്ടിലാക്കിയിരിക്കുകയാണ് ചൈന. എന്ന് വെച്ചാൽ വീണ്ടും കൂടുതൽ പ്രിക്കോഷൻ ഇന്ത്യക്ക് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട വകുപ്പ്, ഏറ്റവും കൂടുതൽ വിഭവം വിഴുങ്ങുന്ന വകുപ്പ്, അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബന്ധപ്പെട്ടുള്ള വകുപ്പാണ്. ആ വകുപ്പ് കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കില്ല. അപ്പോൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ വിഭവ വിതരണം അല്ലെങ്കിൽ വിഭവ ഷെയറിങ്ങിൽ വൈജാത്യമുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് എന്ന് കാണാൻ ശ്രീ ബാലഗോപാൽ മടിക്കരുത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് ഫോറിൻ അഫയേഴ്സ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫോറിൻ അഫയേഴ്സ് കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കില്ല. ഫോറിൻ അഫയേഴ്സും വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ഈ രണ്ട് വകുപ്പുകൾ കേന്ദ്രത്തിന് മാത്രമുള്ളത് കൊണ്ടാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വിഭവങ്ങൾ പങ്കിടുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് ചെറിയ പങ്ക്, അതേസമയത്ത് സംസ്ഥാനങ്ങളുടെ മാത്രം ചെലവിൽ വലിയ പങ്ക് സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടിയും വരുന്നത്. ഈ വൈജാത്യം കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം ഇത് ഇന്ത്യയുടെ സുരക്ഷയുടെ കാര്യമാണ്, ഇന്ത്യയുടെ അന്താരാഷ്ട്ര യശസ്സിൻ്റെ കാര്യം കൂടിയാണ്. കേന്ദ്ര അവഗണന മൂലമാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധി. അതിന് സുപ്രീം കോടതി ഇടപെടണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു.
ഇന്നലെയായിരുന്നു ആദ്യത്തെ അതിൻ്റെ വാദം. ആ വാദ സമയത്ത് കപിൽ സിബൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയും കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി അറ്റോർണി ജനറലും വരുന്നു. അവർ തമ്മിലായിരുന്നു വാഗ്വാദം മുഴുവനും. അപ്പോൾ അറ്റോർണി ജനറൽ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്, കേരളത്തിൽ മാത്രമാണ് ഇതുപോലെ ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്, കേന്ദ്രം അവഗണിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ തലയിൽ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം കെട്ടുവയ്ക്കാനുള്ള ശ്രമവും ഈ കേരളത്തിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ന്യായവാദം പൊള്ളയാണ് എന്ന് തെളിയുന്നു എന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ ധരിപ്പിച്ചത്. കോടതിക്കും അത് തന്നെ ബോധ്യപ്പെട്ടു എന്ന് വേണം. കപിൽ സിബൽ വളരെ ശ്രമിച്ചു എങ്കിൽ പോലും കോടതിക്കും അത് തന്നെ ബോധ്യപ്പെട്ടു എന്ന് വേണം. കാരണം കപിൽ സിബൽ അവിടെ ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ ബജറ്റ് ഫെബ്രുവരി 5-ാം തീയതി വരികയാണ്, കടുത്ത ധനപ്രതിസന്ധിയാണ്, സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ധനപ്രതിസന്ധിയെ കുറച്ചെങ്കിലും ഒന്ന് കുറച്ചു കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യമായിട്ടും ഇടപെട്ട് കേന്ദ്രത്തെ കൊണ്ട് 1% കൂടി കടമെങ്കിലും എടുക്കാൻ അനുവദിക്കണം. അപ്പോൾ നമ്മുടെ GSDP ഇപ്പോൾ 11,31,194.01 കോടിയാണ്. അതിൻ്റെ 1% കൂടി കടമെടുക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് 10,000 കോടിയിൽ 12,000 കോടിയുടെ ഒക്കെ ചുറ്റുവട്ടത്ത് വരും. അങ്ങനെ ആകുമ്പോൾ തൽക്കാലം നിന്ന് പിഴയ്ക്കാം എന്നുള്ളൊരവസ്ഥയാണ്. അതാണ് കപിൽ സിബലിനെ ബോധ്യപ്പെടുത്തിയിരുന്നത്. അങ്ങനെ കപിൽ സിബൽ അത് സുപ്രീം കോടതിയുടെ മുൻപാകെ പറയുന്നു. പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി ഈ സെസ് ഏർപ്പെടുത്തിയത് എന്നിട്ട് പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റാതെ വരുന്നതും കുടിശ്ശികയായതും ഒക്കെ അവിടെ ചർച്ചാ വിഷയമായി. അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇക്കാര്യങ്ങളിൽ ഇടപെടേണ്ടത് കോടതിയല്ല, അതായത് ബജറ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് 13-ാം തീയതിയിലേക്ക് വീണ്ടും ഒരു ഇത് അതായത് കോടതിയുടെ ഇടപെടലും ചർച്ചയും നീട്ടിവെച്ചുകൊണ്ട് 13-ാം തീയതിയിലേക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് ഇന്നലെ അത് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സംസ്ഥാന ഗവൺമെൻറ് ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ വിവരമുള്ളവർക്കൊക്കെ അറിയാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ കെടുകാര്യസ്ഥത കൊണ്ടാണ്, മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് ധനപ്രതിസന്ധി ഇത്രയും രൂക്ഷമായിരിക്കുന്നത്. അതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കുഴപ്പവും കൊണ്ടല്ലെന്ന്. കാരണം ഇതുപോലെ എത്രയോ ഇവിടെ തന്നെ വളരെ കൃത്യമായ കണക്കുകളോടുകൂടി തന്നെ ഞങ്ങളൊക്കെ അത് സമർത്ഥിക്കാറുള്ളതാണ്. കാരണം 15th ധനകാര്യ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 10ാം ധനകാര്യ കമ്മീഷൻ ഇത് വന്നിട്ടുണ്ട്. 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ കേന്ദ്ര നികുതി വിഹിതം സംസ്ഥാനത്തിന് 3.88% ശരിയാണ്. ഏറ്റവും കൂടുതൽ കേന്ദ്ര നികുതി വിഹിതം കേന്ദ്ര പൂളിൽ നിന്ന് സംസ്ഥാനത്തിന് ഷെയർ കിട്ടിയത് ഈ 10ാം ധനകാര്യ കമ്മീഷനാണ്. അത് 3.88%. അപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഒരു കാര്യം പറയുന്നില്ല. അന്ന് നികുതി പൂൾ എന്ന് പറയുന്നത് ആകെ പൂളിൻ്റെ 32%, അതായത് കേന്ദ്രം സമാഹരിക്കുന്ന ഡയറക്റ്റ് ടാക്സസ് എല്ലാത്തരം നികുതികളുടെയും, അതായത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ടാക്സസ്. ഈ 4 കേന്ദ്രത്തിൻ്റെ മാത്രം അധികാരപരിധിയിലുള്ള 4 നികുതികൾ, ഇത് 4 ഞാൻ ഈ പറഞ്ഞത്. അതായത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 കൂടി പൂൾ ചെയ്യുന്നതിൻ്റെ 32% 29% 10ാം ധനകാര്യ കമ്മീഷനിൽ. അത് 13ാം ധനകാര്യ കമ്മീഷനായപ്പോഴത്തേക്ക് 32%. 14ാം ധനകാര്യ കമ്മീഷനാണ് വൈവി റെഡ്ഡി ചെയർ ചെയ്ത 14ാം ധനകാര്യ കമ്മീഷനാണ് അത് 42% ഉയർത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ 3.88% എന്ന കണക്ക് ആകെ നികുതി പൂളിൽ 29% മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ് അതിൻ്റെ 3.88% കിട്ടിയിരുന്നത്. മറിച്ച് ഇപ്പോൾ 1.92% കിട്ടുന്നുള്ളൂ എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഓർമ്മിക്കുക, അത് 42%, 1.92%. ഇനി അതെത്രയും ആകട്ടെ,
പറയുന്നതിലെ യുക്തി നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് 14-ാം ധനകാര്യ കമ്മീഷൻ്റെ 2.5% നിന്ന് 1.92% 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറി. അതായത് 15-ാം ധനകാര്യ കമ്മീഷൻ പ്രവൃത്തി പദത്തിലെത്തുന്നത് 2021-22 മുതൽ 25-26 വരെയുള്ള വർഷങ്ങളിലാണ്. 21-22 മുതൽ 25-26 വരെയുള്ള വർഷങ്ങളിലേക്കാണ് 15-ാം ധനകാര്യ കമ്മീഷൻ രീതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അതായത് നോംസിലുണ്ടായ മാറ്റം, ആ നോംസിലുണ്ടായ മാറ്റത്തിൽ ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ടാകാം കുറച്ചെങ്കിലും. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ 32% നിന്ന് 42%-ലേക്ക് ഒറ്റ ചാട്ടം ചാടി 14-ാം ധനകാര്യ കമ്മീഷൻ ഇത് ഫിക്സ് ചെയ്തപ്പോൾ തന്നെ കേന്ദ്രം ഇടപെടാൻ ശ്രമിച്ചതാണ്. അത് 33% ഒതുക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ വൈ.വി. റെഡ്ഡിയോ അന്നുണ്ടായിരുന്ന ബി.വി.ആർ. സുബ്രഹ്മണ്യമോ അത് സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഇത് 42% തന്നെ ഫിക്സ് ചെയ്തത്. ആ 42%-ൻ്റെ 1.92% കേരളത്തിന് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ ഇതുപോലെ കുറവ് വന്നിട്ടുണ്ട്. കാരണം അവർ പോപ്പുലേഷൻ പോളിസി നടത്തി, പോപ്പുലേഷൻ കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ കുറഞ്ഞു വന്നു. പക്ഷേ പോപ്പുലേഷൻ കുറഞ്ഞതുകൊണ്ട് അതായത് പല നോംസ് ഉപയോഗിച്ച് ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾ നടപ്പാക്കിയപ്പോൾ കുറവ് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കുറവിന് പകരമാണ് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് തന്നത്. ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയ 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയ സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്, 40,115 കോടി. രണ്ടാമത് കിട്ടിയത് കേരളത്തിനാണ്, 37,814 കോടി. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. 1ാമത്തെ സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നതും BJP ഇതര ഗവൺമെൻറ്റാണ്. കേരളം ഭരിക്കുന്നതും BJP ഇതര ഗവൺമെൻറ്റാണ്. അപ്പോൾ BJP ഇതര ഗവൺമെൻറ്റിനുള്ള അവഗണന എന്ന് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിനും അതേ അവഗണന കിട്ടേണ്ടതല്ലേ? കിട്ടിയിട്ടില്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയത്. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഈ വർഷം ഏറ്റവും കുറഞ്ഞു പോയി എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് കരയുന്നത്. അതങ്ങനെയാണ്. ആദ്യ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ, പിന്നെ അങ്ങനെ കുറേശ്ശെ കുറഞ്ഞ് അവസാനമാകുമ്പോൾ ലാസ്റ്റ് ഇയറിൽ കിട്ടാതെ വന്നേക്കാം. അപ്പോൾ ഇതൊന്നും അവഗണനയല്ല. സുപ്രീം കോടതിക്ക് അറിയാം, അറ്റോർണി ജനറൽ അറിയാം, അത് കപിൽ സിബലിനും അറിയാം. പക്ഷേ നിന്ന് പഴയ്ക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ജനങ്ങളെ ഒരു പുകമറയ്ക്കകത്ത് ആക്കുക. അതായത് അടുത്ത ജനറൽ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇത് വോട്ട് ബാങ്കിന്, ഇപ്പോഴത്തെ ധനപ്രതിസന്ധി ഞങ്ങൾ മുഖാന്തരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിഴവ് കൊണ്ടല്ല, കേന്ദ്രം അവഗണിക്കുന്നത് മൂലമാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ പറ്റുക. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അനിവാര്യമായിട്ടും വേണ്ടത്. അപ്പോൾ 15th ഫിനാൻസ് കമ്മീഷൻ തന്നെ തന്ന വിഹിതം കേരളത്തിന് 1.92% എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ 0.57%, അതായത് 0.57% കുറവാണ് കേരളത്തിന് വന്നിരിക്കുന്നത്. നമുക്ക് കർണാടകത്തിൻ്റെ കാര്യം ഒന്ന് എടുക്കാം. കർണാടകത്തിന് കുറഞ്ഞിരിക്കുന്നത് 1.06% ആണ്. അതായത് കേരളത്തിന് കുറഞ്ഞതിൻ്റെ ഏകദേശം ഇരട്ടിയോളം. എന്നിട്ട് കർണാടകത്തിൽ ധനപ്രതിസന്ധി ഇല്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കണം, തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, തെലങ്കാനയിൽ, ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ ഇതുപോലെ ഏറിയും കുറഞ്ഞും കേന്ദ്ര വിഹിതം കുറഞ്ഞ സംസ്ഥാനങ്ങളാണ്. എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കുറയാനുണ്ടായ കാരണവും നമ്മൾ പറഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോപ്പുലേഷൻ പോളിസി, അതായത് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലെത്തുക, അതായത് സ്ഥിര വളർച്ചയുള്ള പോപ്പുലേഷനിലേക്ക് എത്തുക. എടുത്തു ചാടി വളരുന്ന പോപ്പുലേഷൻ ഗ്രോത്തിൽ നിന്ന് സ്ഥിര വളർച്ചയായി നിൽക്കുന്ന പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് എത്തുക. അതാണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നയം എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഏതാനും ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി. ഈ പറയപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവരാരും പക്ഷേ ധനപ്രതിസന്ധിയിലല്ല. ഇനി ധനപ്രതിസന്ധി ഉള്ള കേരളത്തിന് ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് 17 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഫിനാൻസ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളൂ. ആ 17 സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച
വെസ്റ്റ് ബംഗാൾ എത്രയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വെസ്റ്റ് ബംഗാളിന് കിട്ടിയിരിക്കുന്നത്? 40,115 കോടി. രണ്ടാമത്തെ പൊസിഷനിലാണ് കേരളമുള്ളത്, 37,814 കോടി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ ക്ലിയറാണ്, ഈ പറയപ്പെട്ട മറ്റൊരു സംസ്ഥാനത്തും ധനപ്രതിസന്ധിയില്ല. വെസ്റ്റ് ബംഗാളിലും ധനപ്രതിസന്ധിയില്ല, പക്ഷേ അവർക്ക് കടം കുറച്ച് ഏറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലാണ് എല്ലാ വിധത്തിൽ, അതായത് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു ചെലവിനും പണമില്ലാതെ നട്ടം തിരിയുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 7-8 ഗഡു കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് ഗവൺമെൻറ് കാരണമാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞ് മരിക്കേണ്ടി വന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ഗവൺമെൻറ് ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കേരള ഗവൺമെൻറ് ഒരു കാര്യം ഓർക്കണം, കേരളത്തിലെ ജനങ്ങൾ ലിറ്ററസി ഉള്ളവർ മാത്രമല്ല, യുക്തിസഹമായി ചിന്തിക്കുന്നവർ കൂടിയാണ്. ഒന്നും 2 എന്ന് തന്നെ അവർ വായിച്ചിരിക്കും. അതുകൊണ്ട് വേണ്ടതുപോലെ ചെയ്ത് തിരുത്തലുകൾ നടത്തിയില്ലെങ്കിൽ, ആ തിരുത്തലുകൾ നടത്തുന്നു എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഇലക്ഷന് ക്ഷായുള്ള വരച്ചിരിക്കും.